അത്യുന്നതനായ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുന്നതും അവിടുത്തെ നാമത്തിന് സ്തുതികൾ പാടുന്നതും എത്ര ശ്രേഷ്ഠം. ഈ നിമിഷങ്ങളിൽ സർവശക്തനായ കർത്താവിനെ നമ്മൾ സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. വലിയ ആനന്ദത്തോടെ ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷലോമിൻ്റെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ജേക്കബ് മാത്യു. പ്രിയമുള്ളവരെ, അനുഗ്രഹദായകമായ സ്തുതി ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയും ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം പഠിക്കും: ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. പ്രിയമുള്ളവരെ, നമ്മെ അവഗണിക്കാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. നമ്മെ ഒരു തരത്തിലും അവഗണിക്കാത്ത, ഉപേക്ഷിക്കാത്ത ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം പഠിക്കും: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നമ്മെ അവഗണിക്കാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഒരുമിച്ച് ഒരു സമൂഹമായി നാം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ അവഗണിക്കാത്തൊരു കർത്താവുണ്ടെന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നൊരു കർത്താവുണ്ടെന്ന് നാം വിശ്വസിക്കണം. തിരുവചനത്തിൽ നമ്മൾ വളരെയേറെ തവണ കാണുന്നുണ്ട്: ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. പ്രിയമുള്ളവരെ, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നാം ഒരു കൂട്ടായ്മയായി ഈ സമൂഹത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി നമ്മെ കാണുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. വ്യക്തിപരമായി നമ്മെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുവാൻ സാധിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ഒന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോവുകയും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു സംഭവം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഈശോ സിനഗോഗില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വചനം പഠിപ്പിക്കുന്നു: കൈ ശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ വചനം വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ ആ മനുഷ്യനോട് പറയുകയാ: നീ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. രണ്ടാമതായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമാ, നീ കൈ നീട്ടുക. പ്രിയമുള്ളവരെ, കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഈ സമയം നമ്മളിവിടെ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്: ഒന്ന്, നീ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. രണ്ട്, നീ നിന്റെ കരം നീട്ടുക. പ്രിയമുള്ളവരെ, കർത്താവിനെ ആരാധിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും നമ്മൾ കർത്താവിനായിട്ട് കൊടുക്കണം. ഒരുപക്ഷെ വേദനയുടെ അവസ്ഥയാവാം, കണ്ണുനീരിന്റെ അവസ്ഥയാവാം, മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയാകാം, കഷ്ടപ്പാടുകളാകാം, കടബാധ്യതകളാവാം, എന്തുമായിക്കൊള്ളട്ടെ, അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് എല്ലാം കർത്താവിന് കൊടുത്തിട്ട് ശൂന്യമായ ഒരു മനസ്സോടു കൂടി നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് സാധിക്കണം. അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവാണ്. നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന കർത്താവാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നമ്മുടെ മധ്യയുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ്, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കർത്താവ്, നമ്മെ ഒരിക്കലും അവഗണിക്കുകയില്ലാത്ത, നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലാത്തതൊരു നല്ല ദൈവം നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മൾ കടന്നു വന്ന വഴികൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അത് കർത്താവിന് കൊടുക്കുക. പ്രിയമുള്ളവരെ, രാത്രിയിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. നിന്റെ രോഗപീഠകളിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. നിന്റെ കടബാധ്യതകളിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. നീ വിശ്വാസത്തോടെ നിന്റെ ജീവിതത്തെ കർത്താവിനായിട്ട് കൊടുക്കുക. ഇരു കാര്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ആരാധനയുടെ സമയങ്ങളിലാണ്. വിശ്വാസത്തോടെ ജീവിതത്തെ ഉയർത്തി, വിശ്വാസത്തോടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം
വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴില് മനുഷ്യവംശത്തിന് രക്ഷിക്കാൻ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമത്തില്, ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് ഈ രാത്രിയിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും യേശുവിനെ വിളിക്കുന്നു. യേശു നിന്റെ ജീവിതത്തിൽ ഇടപെടും. യേശു നിന്റെ കുടുംബത്തിൽ ഇടപെടും. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ച ഇപ്പോൾ കനിവ്, കണ്ണീരു തോരുന്ന കാലമായി, കണ്ണുനീര് തോരുന്ന സമയം, കണ്ണീരു തോരുന്ന കാലമായി, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സമയം. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ഒന്നിച്ച് ചേർന്ന് പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു. ശക്തമായ കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് പാടുന്നു. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം, ആരാധനയുടെ സമയമാണ്. ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുത്തുകൊണ്ട് ഈ രാത്രി നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവത്തെ എല്ലാവരും ചേർന്ന് പാടി ആരാധിക്കുന്നു. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ എല്ലാവരും വിളമ്പം കൂടാതെ വിളവ് കൊയ്യാം. വിശ്വാസത്തോടെ വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ വിളമ്പം കൂടാതെ വിളവ് കൊയ്യാം. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ച ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ച ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ വിളമ്പം കൂടാതെ വിളവ് കൊയ്യാം. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ വിളമ്പം കൂടാതെ വിളവ് കൊയ്യാം. എളിമയോടുകൂടി താഴ്മയോടുകൂടി ജീവിതത്തെ വിട്ടുകൊടുക്കുക. നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കാത്തിരിക്കുന്നു. എളിമയോടുകൂടി ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പാടുന്നു. ഹൃദയം തുറന്ന് എല്ലാവരും ചേർന്ന് പാടുന്നു. കർത്താവിന്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്ക് നിൽക്കാം. തക്ക നേരം അവർ ഉയർത്തും, നമ്മെ തക്ക നേരം അവർ ഉയർത്തും. തീർച്ചയായും കർത്താവിന്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്ക് നിൽക്കാം. തക്ക നേരം അവർ ഉയർത്തും, നമ്മെ തക്ക നേരം അവർ ഉയർത്തും. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ച ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ച ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ വിളമ്പം കൂടാതെ വിളവ് കൊയ്യാം. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ വിളമ്പം കൂടാതെ വിളവ് കൊയ്യാം. അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന കർത്താവ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, നിന്നെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ്, ഇതാ വാഗ്ദാനം നിന്റെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് പോകുന്നു. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. വാഗ്ദാനം നിറവേറ്റുന്ന കർത്താവിനെ, നിന്റെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ സന്തോഷത്തോടെ ചേർന്ന് പാടുന്നു. വാഗ്ദാനം പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല.
കാലതാമസമില്ല. പാലിക്കാനായി ദൈവമൊരു നാളും ആമേൻ. കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. നിന്റെ ജീവിതത്തിൽ വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. വിത്ത് ചുമന്നു കരഞ്ഞു നടന്നവരെ നിന്റെ കണ്ണുനീരിലേക്ക് വിജയം വരവായി. വിജയം നിന്റെ കൂടെ. വിത്ത് ചുമന്നു കരഞ്ഞു നടന്നവരെ കത്ത് ചുമക്കും വിജയം വരവായി. ഇന്നു വീണച്ചാൽ ഇന്നു വീണവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വീണച്ചാൽ ഇന്നു വീണവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, കണ്ണീര് തോരുന്ന കാലമായി. രോഗങ്ങളകലുന്ന സമയമായി, ആരോഗ്യം പ്രാപിക്കും നേരമായി. കണ്ണീര് തോരുന്ന കാലമായി, കഷ്ടങ്ങൾ മാറുന്ന നേരമായി. രോഗങ്ങളകലുന്ന സമയമായി, ആരോഗ്യം പ്രാപിക്കും നേരമായി. എന്റെ കണ്ണീര് തോരുന്ന കാലമായി, കഷ്ടങ്ങൾ മാറുന്ന നേരമായി. രോഗങ്ങളകലുന്ന സമയമായി, ആരോഗ്യം പ്രാപിക്കും നേരമായി. എന്റെ കണ്ണീര് തോരുന്ന കാലമായി, കഷ്ടങ്ങൾ മാറുന്ന നേരമായി. രോഗങ്ങളകലുന്ന സമയമായി, ആരോഗ്യം പ്രാപിക്കും നേരമായി. എന്റെ കണ്ണീര് തോരുന്ന കാലമായി, കഷ്ടങ്ങൾ മാറുന്ന നേരമായി. ആരോഗ്യം പ്രാപിക്കും നേരമായി. എന്റെ കണ്ണീര് തോരുന്ന കാലമായി, കഷ്ടങ്ങൾ മാറുന്ന നേരമായി. രോഗങ്ങളകലുന്ന സമയമായി, ആരോഗ്യം പ്രാപിക്കും നേരമായി. ഹല്ലേലൂയ 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 എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവശക്തി വെളിപ്പെടുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം. നിന്റെ കണ്ണുനീരിലേക്ക് ദൈവശക്തി വെളിപ്പെടുന്നു. ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അധരം തുറന്ന് എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ഹൃദയം തുറന്ന് ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. നിന്റെ കുടുംബത്തില് ദൈവശക്തി വെളിപ്പെടുന്നു. ദൈവ സാന്നിധ്യം നിറയുന്നു. നിന്റെ രോഗങ്ങളിലേക്ക്, നിന്റെ കണ്ണുനീരിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ സൗഖ്യം ആരാധനയുടെ സമയത്ത് എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, കണ്ണുനീരിലേക്ക്, തോൽവികളിലേക്ക്, പരാജയങ്ങളിലേക്ക് യേശുവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ